എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വിജയ് സേതുപതി ചെയ്ത ചിക്കൻ 65-ൻ്റേതാണ്. അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി, ഞാനൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. എരിവ് ഇതിപ്പോൾ മീഡിയം എരിവേ ഉണ്ടായിരുന്നിട്ടുള്ളൂ, അത് കുറച്ചും കൂടെ വേണമെങ്കിൽ എടുക്കാം. വെളുത്തുള്ളി, പിന്നീട് നമുക്ക് നല്ല ജീരകം കൂടെ കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് തൈര് ചേർക്കണം. അപ്പം തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. ഒരുപാട് ലൂസാണെങ്കിൽ അത് വെള്ളം കണക്കായി പോകും. അപ്പോൾ കട്ട തൈരാണ് നല്ലത്. അപ്പോൾ ഇതിന് നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് അരഞ്ഞു വരണം, എന്നാലേ നമുക്ക് ചിക്കനിൽ മാരിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണുമ്പോൾ അറിയാം നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലിട്ട് പുരട്ടി വയ്ക്കാം. ഞാൻ കുറച്ച് ചിക്കൻ ബോൺലെസ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഇതിൽ വേണമെങ്കിൽ അല്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അത് ചിലർ തന്നെ നമുക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ചേർക്കുന്നത് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടി, ലേശം മുളക് പൊടി ചേർക്കുന്നുണ്ട്, കോൺഫ്ലവറിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്, അരിമാവ് ചേർക്കുന്നവരുണ്ട്. അങ്ങനെ പലത് ചേർത്തുമൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഞാനും പല വീഡിയോസിലും കണ്ടിട്ടുമുണ്ട്. ഞാനിപ്പോൾ എത്രമാത്രമാണ് ചേർത്തിട്ടുള്ളത്. ചേർത്ത് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വെക്കണം. ഇപ്പം ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോന്നായി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം മറന്നു പോകരുത്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് കാണരുത്. എല്ലാവരും ഫുള്ള് വീഡിയോ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കണം. 1-2 പേര് അഭിപ്രായങ്ങൾ ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സംശയങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിലൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ കുക്കിങ്ങിന് എല്ലാ സാധനങ്ങളുടെയും പേര് പറഞ്ഞൊക്കെ പോകണമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഐറ്റംസ് എല്ലാം പറഞ്ഞ് പോകും. പിന്നെ സംശയമെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ടുമുണ്ട്. ഞാനെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ടെക്സ്ചറിലാണ് കിട്ടിയത്. ഞാൻ പിന്നെ കുറച്ച് നാരങ്ങയും കൂടെ, നാരങ്ങയിൽ 1-2 ഡ്രോപ്പായിട്ട് അവിടെ അരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല വേറൊരു ടേസ്റ്റാണത്. അപ്പം എല്ലാം കഴിഞ്ഞു. ഈ പണി വേഗം കഴിയും, പക്ഷെ നല്ല ടേസ്റ്റാണ്. നമ്മൾ എളുപ്പമാണെന്ന് പറഞ്ഞ് ടേസ്റ്റിനൊരു കുറവും വരുന്നില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. എൻ്റെ വീഡിയോയ്ക്കുള്ള ലൈക്കും കമൻറ്റും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.